നമസ്കാരം. നേരിലേക്ക് സ്വാഗതം. നേരിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ വി രാജനാണ്. നമസ്കാരം വി രാജൻ. ഇന്ന് നാം നേര് തേടുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. 2010 മുതൽ നമ്മുടെ ആരോഗ്യരംഗത്ത് മൂലധന നിക്ഷേപം കോർപ്പറേറ്റ് കമ്പനികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥതയിലേക്ക് ആയിക്കഴിഞ്ഞു. ഈ കോർപ്പറേറ്റ് വാഴുന്ന ഒരു കാലത്ത് എങ്ങനെ പൊതുജന ആരോഗ്യം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കാര്യക്ഷമമാക്കാം? കോർപ്പറേറ്റുകൾ ലോകത്ത് മുഴുവൻ ആരോഗ്യരംഗത്തെ വളരെ ചിലവേറിയ ഒരു ബിസിനസ്സാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ആളുകളെ സംബന്ധിച്ച്, സാധാരണ ആളുകളെന്നല്ല, അപ്പർ ക്ലാസ്സിന് പോലും താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് ആശുപത്രി ബില്ലുകൾ ലോകത്ത് മുഴുവൻ മാറ്റി. യൂറോപ്പും അമേരിക്കയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതിൻ്റെ അതേ പാതയിൽ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഐക്യരാഷ്ട്ര സമൂഹത്തിന് തന്നെ, ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ മാതൃക സമ്പാദിച്ചു എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അതിലൊരു പ്രധാന ഘടകമാണ് ഈ ആരോഗ്യരംഗം. കേരളത്തിൻ്റെ സർക്കാർ മേഖലയിലുള്ള ആരോഗ്യരംഗത്തെ ഈ നിലയിൽ ബിൽഡ് ചെയ്തത് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന ഗവൺമെൻറ്റുകൾ അതിൻ്റെ ബജറ്റിൽ നല്ല പങ്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വിധത്തിലൊരു ആരോഗ്യ മേഖലയെ നമ്മൾ വളർത്തിയെടുത്തത്. അതിൻ്റെ ആ ആരോഗ്യ മേഖലയ്ക്കൊപ്പം തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യരംഗം വളർന്നു വന്നു. ഈ രണ്ട് മേഖലയും ചേർന്നിട്ടാണ് കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യം പരിപാലിച്ചു വരുന്നത്. അവിടെ നമ്മൾ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യ മേഖലയിലെ സ്വകാര്യ കമ്പനികളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വകാര്യ വെഞ്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട്. അതായത് സർക്കാർ തന്നെ പൊതുജന ആരോഗ്യ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് തന്നെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക മിഷണറിമാരും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, NSSന് ആശുപത്രികളുണ്ടായിരുന്നു, SNDPക്ക് ആശുപത്രികളുണ്ടായിരുന്നു. ഇത് സർക്കാർ ഇതര മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ മൂലധന നിക്ഷേപവും പ്രവർത്തനങ്ങളുമായിരുന്നു. ഇതിൻ്റെ തൊട്ടു പിന്നാലെ പിന്നീട് നമ്മുടെ ആ മേഖലയിൽ വരുന്നതാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു കടന്നുവരവ്, അടുത്ത ഘട്ടം. പക്ഷേ ഈ ചാരിറ്റി സ്വഭാവത്തിലുള്ള മിഷണറിമാർ തുടങ്ങി വെച്ചത്, സന്നദ്ധ സംഘടനകൾ തുടങ്ങി വെച്ചിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ആ ആശുപത്രികളിലെ ബില്ല് താരതമ്യേന നമുക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ അടുത്ത ഘട്ടത്തിൽ കോർപ്പറേറ്റുകൾ വരികയും ആ കോർപ്പറേറ്റുകൾ തന്നെ വിദേശത്തു നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെയുള്ള രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന സംവിധാനങ്ങളോടുകൂടിയ ആശുപത്രികൾ വന്നതോടുകൂടി ആ ആശുപത്രികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ബില്ല് താങ്ങാൻ കഴിയാത്തതായി. അതായത് ഈ മിഷണറിമാർ നടത്തുന്ന ആശുപത്രികളിലെ ബില്ലിൽ 5 ലക്ഷം രൂപയ്ക്ക് ഒരു ചികിത്സ നടത്താൻ കഴിയുമെങ്കിൽ അതേ രോഗത്തിന് അതേ ചികിത്സ പിന്നെ ഞാൻ ഈ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ ആശുപത്രിയിലേക്ക് വരുമ്പോൾ 10-12 ലക്ഷത്തിലേക്ക് മാറുക, ഇരട്ടിയോളം മാറുകയാണ്. ആ നിലയിലേക്ക് മാറിത്തീർന്നു. അപ്പോൾ നമുക്ക് ഇനി മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നികുതിപ്പണത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആണെങ്കിൽ പരിശോധനകൾക്ക് ഫീസ്, എൻട്രി ഫീസ് തുടങ്ങി ഒരുപാടിനം ഫീസുകൾ വന്നിട്ട് സാധാരണക്കാർ വല്ലാതെ അവിടെ തന്നെ ബുദ്ധിമുട്ടുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കോർപ്പറേറ്റുകൾ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു, മാറ്റിമറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് കേരളത്തിൻ്റെ ആരോഗ്യ സമീപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായി സൗജന്യമായി എല്ലാ ആളുകൾക്കും ചികിത്സ എന്നുള്ള ആശയത്തിൽ നിന്ന് സർക്കാർ തന്നെ പിൻവാങ്ങിയിരിക്കുകയാണ്. അവിടെയാണെങ്കിലും പകുതി പൈസയ്ക്ക് വേണം പരിശോധന നടത്താൻ, മുഴുവൻ പൈസയ്ക്ക് പരിശോധന നടത്തേണ്ട ആളുകൾ, അങ്ങനെ പല കാറ്റഗറൈസേഷൻ വന്നു. അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ ചികിത്സ തന്നെ തീരെ ചിലവില്ലാത്ത ഒരു കാര്യമല്ല ഇന്ന്. അത് ഒരു 10-25 വർഷം മുമ്പ് സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ ചെന്നാൽ കൊടുക്കേണ്ടി വരുന്ന അത്രയും ബില്ല് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കൊടുക്കണം, സൗജന്യമല്ല പൂർണ്ണമായിട്ട്. അതേസമയം മുമ്പ് ഏറെക്കുറെ കുറച്ച് പണം ഈടാക്കിക്കൊണ്ട് ചികിത്സ നൽകിയിരുന്ന സ്ഥാപനങ്ങളുണ്ട്. ചാരിറ്റി സ്വഭാവത്തിൽ ആരംഭിച്ചിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളുടെ മിഷണറിമാരെ തുടങ്ങി വെച്ചതുപോലെയൊക്കെയുള്ള ആശുപത്രികൾ, ആ ആശുപത്രികളിലെ ബില്ലും ഇപ്പോൾ വർദ്ധിച്ചു കോർപ്പറേറ്റുകൾ വന്നതോടുകൂടി. കോർപ്പറേറ്റുകളുടെ ആശുപത്രികളുടെ നിലവാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സാധാരണക്കാരുടെ താങ്ങാൻ കഴിയാത്തതും ഒക്കെയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചികിത്സ എന്ന് പറയുന്നത് ഏതായാലും ഡോക്ടർമാരെല്ലാവരും ഒരേ ഡോക്ടർ തന്നെ, അതെവിടെ ചികിത്സിച്ചാലും രോഗനിർണ്ണയമൊക്കെ നടത്താനുള്ള വൈദഗ്ധ്യം എല്ലാവരുടെയും അതുപോലെയൊക്കെ തന്നെ ഇരിക്കും.
ഈ ബില്ലിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസത്തിൽ അപ്പുറമൊന്നും ഇപ്പോൾ ഈ ചാരിറ്റി ലൈനിൽ നടത്തിയിരുന്ന ആശുപത്രി മിഷണറി ഹോസ്പിറ്റലിലും ഇവിടുത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 3 ഗവൺമെൻറ്റുകൾക്ക് മുമ്പ് ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ആ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചികിത്സയ്ക്ക് താരിഫ് നിശ്ചയിക്കുക. ഇപ്പം അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെ പ്രസവത്തിന് ഓപ്പറേഷൻ നടത്തുന്നു, സിസേറിയൻ നടത്തുന്നു. ഈ സിസേറിയന് ഓരോ ആശുപത്രിയിലും ഓരോ നിരക്കാണ്, ഒരു മരുന്നിന് തന്നെ പല നിരക്കാണ്, ഒരു ഇഞ്ചക്ഷന് തന്നെ പല ബില്ലാണ്. ഇത് ഏകീകരിക്കുവാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. നിയമമൊക്കെ പാസ്സായി, പക്ഷേ ഒരു കേസിൻ്റെ പേരിൽ ആ സാധനം ഇന്നും നടപ്പാക്കാൻ കഴിയാതെ വന്നിരിക്കുക. എന്നുവെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു ഒരു ചികിത്സയ്ക്ക് ഏകീകരിച്ച നിരക്കുണ്ടാവുക എന്നുള്ളത്. അതുപോലും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് കോർപ്പറേറ്റുകൾ അവിടേക്ക് കടന്നു വരികയും അവർ ഭാരിച്ച ബില്ല് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സ ഇവിടെ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അങ്ങേയറ്റത്ത് സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്ന സർക്കാർ ആശുപത്രിയിലെ ചികിത്സ തന്നെ കുറേയധികം പൈസ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക്, പരിശോധനകൾക്കൊക്കെ പൈസയാണ്. ഇപ്പം പറ്റുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതല്ലേ. 5 പേരുള്ള ഒരു കുടുംബത്തെ നമ്മളൊന്ന് പരിശോധിക്കൂ. 5 പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു പകർച്ചപ്പനി വന്നാൽ 5 പേർക്കും പനി വരും, ഒരു സംശയമില്ല. ഒരു വീട്ടിലെ 5 പേർക്ക് പനി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ശരാശരി ഒരു ഇടത്തരം ഒരു ആശുപത്രിയിൽ നമ്മൾ മരുന്ന് വാങ്ങുന്നു എന്ന് സങ്കല്പിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ 5 പേർക്കും കൂടെ കൂടി ഒരു 50,000 രൂപ ചിലവ് വരും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആ വീട്ടിലെ ഒരംഗം മാത്രം, ഗൃഹനാഥൻ മാത്രം ജോലിയുള്ളൊരു കുടുംബമാണെന്ന് സങ്കല്പിച്ചാൽ 50,000 രൂപ ഇന്നൊരു സ്വകാര്യ സ്ഥാപനം ശമ്പളം കൊടുക്കുന്നില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു മാസത്തെ ആശുപത്രി ബില്ല് പോലും, അല്ല ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ഒരു പകർച്ചപ്പനി വന്നാൽ അതിൻ്റെ ബില്ല് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ജോലി എടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഈ കോർപ്പറേറ്റുകൾ ഏർപ്പെടുത്തുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ബില്ലിങ്ങും ആ ബില്ലിങ് നിലനിർത്തുവാൻ വേണ്ടി അവർ മറ്റ് സ്ഥാപനങ്ങളെ വിഴുങ്ങിയും സ്വാധീനിച്ചും അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ള കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള. അതിൻ്റെ കൂടെ ഇപ്പോൾ അമേരിക്കൻ കമ്പനികളും വരികയാണ്. ബി രാജൻ, നമ്മളിപ്പോൾ ഈ ചികിത്സാ ചെലവുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിലും നമ്മുടെ കേരളത്തിലെ ചികിത്സാ ചെലവ് വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സാധാരണ ഇവിടെ മിഷൻ ആശുപത്രികൾ, ഈ ചില സഭകൾ നടത്തുന്നത്, അതുപോലെ മതസംഘടന നടത്തുന്ന ആശുപത്രികളിൽ ബില്ലുകൾ തമ്മിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം അവരൊക്കെ സ്വീകരിച്ചിരുന്നു. ഈ കോർപ്പറേറ്റുകളുടെ കടന്നുവരവിന് തടസ്സമായി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ അമേരിക്കൻ കമ്പനികളും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുമുള്ള കമ്പനികളൊക്കെയാണ് കൂടുതലായി ഇവിടെ നിക്ഷേപം നടത്തുന്നത്. സിംഗപ്പൂർ, അമേരിക്ക അങ്ങനെ തുടങ്ങിയ ചില കമ്പനികളാണ് ഈ ഇവിടുത്തെ ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടറിനെ നോട്ടമിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തെ നോട്ടമിട്ടിരിക്കുന്നത്. അവർക്ക് വലിയൊരു തടസ്സമാണ് ഇടത്തരം ഈ ചികിത്സ നൽകുന്ന അല്ലെങ്കിൽ ഇടത്തരം ബില്ല് ഈടാക്കുന്ന ആശുപത്രികൾ. ആദ്യം ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ താരതമ്യേന ചിലവ് കുറവാണ്, അതിലേക്കായി അല്പം ഉയർന്നാണ് മിഷണറി ഹോസ്പിറ്റലുകളും ഏകദേശം ഒരു മൂല്യാധിഷ്ഠിതമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. ആദ്യം തകർക്കുന്നത് മിഷനറി ഹോസ്പിറ്റൽ, അതായത് ചിലവ് കുറച്ച് ബില്ല് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന താരതമ്യേന കുറവുള്ള ആശുപത്രികളെ ലക്ഷ്യം വയ്ക്കുന്നു. പിന്നീട് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക രീതിയിലേക്ക് ഒരു അജണ്ടയാണ് തയ്യാറാക്കുന്നതെന്നാണ് പൊതുവെയുള്ളൊരു സംസാരം. ഈ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? കേരളത്തിലേക്ക് ഈ കോർപ്പറേറ്റുകൾ എന്തുകൊണ്ട് കേരളത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുന്നില്ലല്ലോ കേരളത്തിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം, കേരളത്തിൽ വളരെ വിദ്യാസമ്പന്നമായ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. ധാരാളം ഡോക്ടർമാരിവിടെ അവൈലബിളാണ്. മാത്രമല്ല, നമ്മൾ പതിറ്റാണ്ടുകളായി പരിപാലിച്ചു വന്നിട്ടുള്ള നമ്മുടെ സർക്കാർ മേഖലയിലും ഈ മിഷൻ ഹോസ്പിറ്റലുകളിലുമായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ, ഇപ്പം നേഴ്സുമാരുടെ സമരം അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെയൊക്കെ സാലറിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മികച്ച ശമ്പളം വരുന്നവരാണ് അവരെല്ലാവരും. സർക്കാർ ഡോക്ടർമാർക്ക് നല്ല ശമ്പളമുണ്ട്. കേരളത്തിൽ ഇപ്പം വന്നിട്ടുള്ള ഈ വാണം കയറിയതുപോലെയുള്ള വിലക്കയറ്റം കൊണ്ട് എല്ലാ വിഭാഗങ്ങളും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർ നേരിടുന്നുണ്ട്, സർക്കാർ ജീവനക്കാരും നേരിടുന്നുണ്ട്, കൂലിത്തൊഴിലാളികളും നേരിടുന്നുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും സർക്കാർ മേഖലയിലെ ഡോക്ടർമാർക്കും
സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വളരെ നല്ല സർക്കാർ ഡോക്ടർമാരെക്കാൾ കൂടിയ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്, മികച്ച ശമ്പളമൊക്കെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ നല്ല ഡോക്ടർമാരുടെ ഒരു നിരയുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സർക്കാർ മേഖലയിലും ഈ മിഷൻ ഹോസ്പിറ്റൽ മേഖലയിലും ഒക്കെ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള, സർജറി രംഗത്തൊക്കെ അതിവിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടറുകൾ, ലോക നിലവാരമുള്ള ഡോക്ടർമാരുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് വളരെയധികം ആളുകൾ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ. അത് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ തമിഴ്നാട്, നമ്മുടെ കർണാടകയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഓഫീസ് കാര്യത്തിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിഷൻ കൊടുക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്. അതിന് കാരണം കേരളീയരായ വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ നേരത്തെ തന്നെ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകൾ പോകും. അപ്പോൾ അവർക്കത് ചൂണ്ടിക്കാട്ടാം, ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ ഇത്ര കുട്ടികൾ ജോലിയിൽ പ്ലേസ്ഡ് ആയി എന്ന് അവർക്ക് പറയാൻ കഴിയും. അത് അവരുടെ പരസ്യത്തിൻ്റെ ഒരു ഭാഗമാണ്, ആ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ നിലയിലുള്ള സമർത്ഥരായിട്ടുള്ള ഡോക്ടർമാർ നമുക്കുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. മാത്രമല്ല അതിസമർത്ഥന്മാരായ ചെറുപ്പക്കാരിവിടെ ഈ രംഗത്ത് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് അമേരിക്കൻ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കിട്ടാതിരിക്കുക, വിദഗ്ധന്മാരായിട്ടുള്ള നേഴ്സസിനെ കിട്ടാതിരിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ ശമ്പളവും നിരക്കുമൊക്കെ, അവിടുത്തെ തൊഴിൽ വേതന നിരക്ക് വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് IT കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. IT കമ്പനികൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ഇന്ത്യയിലെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെ, മിടുക്കന്മാരെ കിട്ടും. അവർക്ക് 5-10 ലക്ഷം മാസം കൊടുത്താലും അത് വളരെ സമർത്ഥമായി പെട്ടെന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ പൈസ മുടക്കിയാൽ അമേരിക്കയിൽ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നിട്ട് വലിയ കമ്പനികളെല്ലാം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ആളുകളെ വിനിയോഗിക്കുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വളരെ സമർത്ഥന്മാരായ ആളുകൾ ഇന്ന് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്, സർക്കാരിൻ്റെയും അല്ലാതെയുള്ള മേഖലകളിൽ. അപ്പോൾ അവരെ കുറച്ചുകൂടി പൈസ കൊടുത്തും പ്രലോഭനങ്ങൾ കൊടുത്തും അങ്ങോട്ട് ഹയർ ചെയ്യാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. 2, ഇവിടെ തന്നെ പഠിച്ചിറങ്ങുന്ന ആളുകളെ കിട്ടാനുണ്ട്, നേഴ്സുമാരെ കിട്ടാനുണ്ട്. ഈ അവൈലബിലിറ്റിയാണ് അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഘടകം. ഇനി മറ്റൊന്ന്, ഇത്തരത്തിലൊരു ആശുപത്രി വരുമ്പോൾ, വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഇവർക്ക് ഏതൊരു സ്ഥാപനവും ഒരു മേഖലയിലേക്ക് കടന്നു പ്രവേശിക്കുമ്പോൾ അവിടെ നിലവിലുള്ള സംവിധാനത്തെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഴിച്ചു പണിയാൻ ശ്രമിക്കും. ഇല്ലാതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗത്ത് സർക്കാർ ആശുപത്രികളെ പോലെ ഒരു ആശുപത്രി പ്രവർത്തിക്കാൻ വേണ്ടി ആരും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നില്ല. നമ്മുടെ ഇവിടെ നിലവിലുള്ള മിഷൻ ഹോസ്പിറ്റലുകളുടെ രീതിയിൽ പ്രവർത്തിക്കാനും വരില്ല. അവർ വരുന്നത് അതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കണം, അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ തന്നെ അവർ അഴിച്ചു പണിയും. ആ അഴിച്ചുപണി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊള്ളൂ, ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മുടെ സർക്കാർ മേഖലയിലെ സമർത്ഥന്മാരായ ഡോക്ടർമാർ ഈ കമ്പനികളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യപ്പെടും. അവർക്ക് കൂടുതൽ പണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. പക്ഷേ അവർ കൊടുക്കുന്നത് അമേരിക്കൻ നിലവാരത്തിലൊന്നും കൊടുക്കണ്ട. അമേരിക്കൻ ശമ്പളത്തിൻ്റെ 10 കൊടുത്താൽ പോലും ഇവിടെ വലിയ ശമ്പളമായിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഒന്ന്, നമ്മുടെ സാധാരണക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ പരിപാലിച്ചു വന്നിരുന്ന ഡോക്ടർമാരിൽ ഒരു നല്ല പങ്ക് ആളുകൾ അങ്ങോട്ട് പോകും. അതിവിദഗ്ധന്മാരായ ഡോക്ടർമാരെ അങ്ങോട്ട് മാറ്റും, നേഴ്സസിനെ മാറ്റും, ഇവിടെ പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ മാറ്റും. അതിനൊക്കെ പ്രലോഭിപ്പിക്കാനുള്ളത് അല്പം കൂടിയ ശമ്പളം എന്നുള്ളതാണ്. ഈ തൊഴിൽ കമ്പോളത്തിൽ നിലനിൽക്കുന്ന ഒരു മത്സരമുണ്ട്. അത് സമർത്ഥന്മാരായ ആളുകളെ രായക്ക് രാമാനം അവിടുന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള ഡോക്ടർമാരെ ഈ കമ്പനികൾ റാഞ്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലുകളിലൊക്കെ വർഷങ്ങളായി ആ മാനേജ്മെൻറ്റുകളുമായി ചേർന്ന് യോജിച്ച് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിക്കുന്ന ആളുകളെ അതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നേഴ്സസിൻ്റെ കാര്യത്തിലുണ്ടാകും. ഇത് ഈ മാൻ പവറിൻ്റെ വളരെ കമ്പയറബിളി അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക്, കുറഞ്ഞ ശമ്പളത്തിന്, അവരുടെ റേറ്റുമായി കുറഞ്ഞ ശമ്പളത്തിന് കിട്ടാനുണ്ടെന്നുള്ളതും, ഇപ്പോഴുള്ള കേരളത്തിലെ ശമ്പള നിരക്ക് ഇരട്ടിയാക്കിയാൽ പോലും അതൊരിക്കലും അമേരിക്കയുമായി കോമ്പറ്റ് ചെയ്യുന്നതല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഈ നിലയിലുള്ള ഒരു മാൻ പവറിൻ്റെ ഒഴുക്ക് അങ്ങോട്ട് നടക്കും. അത് നമ്മളുടെ സർക്കാരിൻ്റെ ആശുപത്രികളെയും ഇപ്പോഴുള്ള മറ്റ് ആശുപത്രികളുടെയും പ്രവർത്തനത്തെയും അതിൻ്റെ ക്വാളിറ്റിയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായി അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. എന്ന് മാത്രമല്ല, ആ നിലയിൽ മാത്രമല്ല അവർ അതിനെ കൊണ്ടുപോകാൻ പോകുന്നത്. അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഒരിക്കലും അവിടെ ചെന്നിട്ട് സഹജീവനം എന്നുള്ളത് അവരുടെ പ്രിൻസിപ്പിളല്ല. എന്ന് മാത്രമല്ല, ആഗോള കുത്തകകളുടെ ഒന്നിൻ്റെയും ലക്ഷ്യം വേറെ അവർ കടന്നു കയറുന്ന മേഖലകളിലെ മറ്റ് സ്ഥാപനങ്ങളുമായി നിലനിന്ന് പോവുക, സഹകരിച്ചു പോവുക എന്നുള്ളതല്ല. കുത്തക മുതലാളിത്തം ഒരിക്കലും സഹകരണത്തിൻ്റെ പാതയല്ല. വിഴുങ്ങി അതിനെ ഇല്ലാതാക്കി അവിടെ മുഴുവൻ അവരുടേതാക്കി മാറ്റി 1-2 കമ്പനികളുടെ കയ്യിലേക്ക് അത് മുഴുവൻ വരുന്നതാണ് കുത്തകവൽക്കരണത്തിൻ്റെ സ്വഭാവം. അതുതന്നെ കേരളത്തിൽ സംഭവിക്കും. അതിൻ്റെ ഒരു തുടക്കം
ഞാൻ ചില സംഭവങ്ങളിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഒന്ന്, നഴ്സുമാരുടെ ഒരു സമരം ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും കേരളത്തിലെ മറ്റേത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി കമ്പയർ ചെയ്താലും കൂടുതൽ മണിക്കൂറും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ജോലിയുമാണ് നഴ്സിംഗ് പ്രൊഫഷൻ. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഈ നഴ്സസിൻ്റെ സമരം സംബന്ധിച്ചുള്ള പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ പ്രശ്നത്തെ ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം പോലെയുള്ളൊരു പ്രശ്നം തന്നെയാണ് നഴ്സുമാരുടെ സമരം, അതിന് സംശയമൊന്നുമില്ല. ആ സമരത്തെ, ആ വിഷയത്തെ അതിസമർത്ഥമായി ഈ കോർപ്പറേറ്റിൻ്റെ ഏജൻറ്റുമാരുടെ ഇടപെടൽ ഞാനതിനകത്ത് കാണുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഇത്തരം സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികളുമായി ബന്ധമുള്ള ആളുകൾ ഇവിടെ ചില സ്ഥാപനങ്ങൾ തുടങ്ങി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ വന്നിട്ട് ഇപ്പോൾ ചില മിഷൻ ഹോസ്പിറ്റലുകൾക്ക് മുമ്പിൽ നടന്ന സമരത്തിൽ വന്നിട്ട് സമരത്തിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഈ മുതലാളിത്തത്തെക്കുറിച്ചും തൊഴിലാളി വർഗത്തെക്കുറിച്ചുമുള്ള ആ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല. നല്ല ഹൃദയമുള്ള മുതലാളിമാർ ധാരാളമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഹൃദയശുദ്ധിയുടെ ഭാഗമായി അതിനെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയെങ്കിൽ അവർക്കും സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ സ്ഥാപനത്തിൽ ആ ശമ്പളം വർദ്ധിച്ചുകൊണ്ടല്ലേ മൊത്തത്തിൽ ശമ്പള വർധനവിനെ അവരെ പിന്തുണയ്ക്കേണ്ടത്. പകരം വേറൊരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഒരു മുതലാളി അയലോക്കത്തുനിന്ന് വരുന്നതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. അത് മറ്റൊരു താല്പര്യമാണ്. എന്താണ് താല്പര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ആശുപത്രി സംവിധാനത്തിൽ ബില്ല് വാങ്ങി പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, ആ ആശുപത്രികളുടെ മാനേജ്മെൻറ്റുകളെ സമ്മർദ്ദപ്പെടുത്താനും അതിൻ്റെ വില പറയാനുമുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്, ആശുപത്രികൾ വേണ്ടത്ര വാങ്ങിക്കൂട്ടാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഏറ്റവും ഒടുവിലാണ് കേരളത്തിൽ ഈ കോർപ്പറേറ്റുകൾ വൻകിട ലാഭത്തിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നടപ്പാക്കുന്നത്. ആ ആശുപത്രികൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അമേരിക്കൻ കമ്പനികൾ വാങ്ങിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷം ഷെയർ, ഇപ്പോൾ ഈ ഭൂരിപക്ഷം ഷെയർ എന്ന് പറഞ്ഞാൽ 51% ഷെയർ വേണമെന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. കേരളത്തിലെ എല്ലാ ആശുപത്രികളും അത് കരസ്ഥമാക്കി കഴിഞ്ഞു. ഇനി വാങ്ങാനുള്ളത് സർക്കാരിൻ്റെ ആശുപത്രി. അത് വാങ്ങാൻ എളുപ്പമല്ലല്ലോ, നാട്ടുകാരെ സമ്മതിക്കത്തില്ല. പിന്നീട് വാങ്ങാൻ പറ്റുന്നത് മിഷൻ ഹോസ്പിറ്റലുകളാണ്. മിഷൻ ഹോസ്പിറ്റലുകൾ പണ്ട് പാരീസ് അബൂബക്കർ ദീപിക വാങ്ങിയതുപോലെയാവും. അത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ സമുദായത്തിനുള്ളിൽ നിന്ന് ശക്തമായ എതിർപ്പ് വരും. അതിൻ്റെ മാനേജ്മെൻറ്റുകൾക്ക് അത് വിൽക്കാൻ പറ്റത്തില്ല. പലതും പകുതിയും അതിനകത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകൾ ചാരിറ്റി ലൈനിലുള്ളതാണ്, നോൺ പ്രോഫിറ്റാണ്. ചിലത് മാത്രമാണ് അതിനകത്തെ പ്രോഫിറ്റ് ലൈനിലുള്ളത്. അതുകൊണ്ടത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ശ്വാസം മുട്ടിക്കുക എന്നുള്ളൊരു നടപടി കൂടിയുണ്ട്. ഇത് അവരെ ഈ കോർപ്പറേറ്റുകളെന്നും എല്ലായിടത്തും ചെയ്യാറുള്ളതാണ്. ഇതാണ് ഈ സമീപകാലത്ത് ചില സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളുടെ കേരളത്തിലെ CEO രംഗത്ത് വന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം എന്ന് പറയും. വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന കമ്പനികൾ വാങ്ങിച്ചിട്ട് ഇത് നമുക്ക് തടയാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. കാരണം ഇത് ലോകത്തിൻ്റെ ഇന്നത്തെ ഗതിക്രമമാണ്. ഈ വാങ്ങലും ഒക്കെ നമുക്കും വേണമെങ്കിൽ അമേരിക്കയിൽ പോയി വാങ്ങാം. കാശുണ്ടെങ്കിൽ എനിക്ക് കച്ചവടത്തിലൊക്കെ അമേരിക്കയിൽ പോയി കമ്പനി വാങ്ങാൻ നടപ്പാക്കി അവിടെ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതും ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അവരിവിടെ ചെയ്ത് താരതമ്യേന ഇത്തരം മത്സരങ്ങളെ നേരിട്ടിട്ടില്ലാത്ത ഒരു ആരോഗ്യരംഗമാണ് നമുക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ ആരോഗ്യരംഗത്തിൻ്റെ കഴുത്തറപ്പൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഇവിടുന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ അമേരിക്ക ചികിത്സിക്കാൻ പോയതിൻ്റെ കഥയാണ് നമുക്കറിയാവുന്നത്. അവിടുത്തെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വഹീനമായ ഒരു ആരോഗ്യരംഗമാണ് അവിടെ ഉള്ളത്. ഇൻഷുറൻസ് കമ്പനികളില്ല എങ്കിൽ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇട്ടുണ്ടെന്ന് ചികിത്സിക്കാൻ പോകുന്ന ഒരു സാഹചര്യമില്ല. നമ്മളെക്കാളൊക്കെ മോശപ്പെട്ട ഹെൽത്ത് കെയർ സംവിധാനമാണ് യൂറോ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. കാശുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ആശുപത്രികളെ ആളുകൾ കളിയാക്കാറുണ്ട്, ധർമാശുപത്രി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പാവപ്പെട്ടവന് ഇപ്പോഴും ഒരു മുറിവ് പറ്റിയാൽ അവിടെ ചെല്ലാനുള്ള വേറെ സൗകര്യമില്ല. അതിനുവേണ്ടി നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ല പങ്ക് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കാണ് ഈ കഴിഞ്ഞ എത്ര 3/4 നൂറ്റാണ്ടായിട്ട് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വളർത്തിയെടുത്തതാണ്. അപ്പോൾ ആ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി സംശയിക്കുന്നുണ്ട് തങ്കച്ചൻ മേനോൻ. ഈ ആശുപത്രിയിൽ പഞ്ഞി ഒട്ടിച്ചാൽ ആ പ്രശ്നം കത്രിക മറ്റേടത്ത് ഇട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഈ വാർത്തകളും വിളങ്ങളും എല്ലാം തന്നെ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും അപമാനിക്കുവാനും തകർക്കുവാനുമുള്ള ഒരു ഗൂഢിത പദ്ധതിയുടെ ഭാഗമാണ്. അതിനെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ല പങ്ക് സ്വയം വിൽക്കാൻ വേണ്ടി വെച്ച ഒരു ചരക്കിനെ പോലെ പെരുമാറുന്നുണ്ട്. എവിടെ നിന്ന് പണം കിട്ടുമോ, എവിടെ നിന്ന് പിന്തുണ കിട്ടുമോ അവർക്ക് വേണ്ടിയെല്ലാം സ്വന്തം നാക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ മാധ്യമരംഗം കണ്ടമാനം ഒരു അപജയത്തെ നേരിടുന്നുണ്ട്. പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് നിലനിർത്തുന്നത് ആ സിസ്റ്റത്തെ തകർക്കാൻ തന്നെയാണ്, ആരോഗ്യ മേഖലയെ തകർക്കാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന 1, 1.5, 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന, അതിൽ നിന്ന് അതിനേക്കാൾ 5, 10 ഇരട്ടി ശമ്പളം കിട്ടുന്ന, 10 ലക്ഷം ശമ്പളം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ രാജി വെച്ചിട്ട് ഈ ഡോക്ടർമാർ പോകത്തില്ലേ? പോകുമല്ലോ. അവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ പോകത്തില്ലേ? പോകുമല്ലോ.
അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുവാൻ വേണ്ടി ആരോഗ്യ മേഖലയ്ക്ക് നേരെയുള്ളൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അതിലെ മീഡിയയിലൂടെ ഈ സർക്കാർ ആശുപത്രികളിലെ ചെറിയ കുറവുകൾ പെരുപ്പിച്ച് കാണിക്കുകയും അതേസമയം തന്നെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒന്നുപോലും അത് പരിഹരിക്കുവാൻ മുന്നോട്ട് വരാതിരിക്കുകയും സർക്കാർ അടക്കം വരാതിരിക്കുകയും ചെയ്യുന്നത് ഈ പ്രശ്നം അങ്ങനെ നിർത്തി നാറ്റിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് മൂലധനം എപ്പോഴും ഇടപെടുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികളെ കയ്യിലെടുക്കും. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കും. അത് മുഴുവൻ ഒരു പാർട്ടിയെ ഇവൻ്റെ കമ്മിറ്റികളെ ഒന്നും കയ്യിലെടുക്കേണ്ടതില്ല, എൻ്റെ നേതാക്കന്മാരെ കയ്യിലെടുത്താൽ മതി. അത് അവിടുത്തെ രാഷ്ട്രീയത്തെയും ഭരണാധികാര മേഖലയെയും ബന്ധപ്പെട്ട ഉദ്യോഗ മേഖലയും കയ്യിലെടുക്കും. പിന്നെ മറ്റൊന്ന് അവരെ കയ്യിലെടുക്കുന്നത് മീഡിയയാണ്. എനിക്ക് കൃത്യമായിട്ടും ഒരുപക്ഷെ തങ്കച്ചൻ പീറ്ററിനും അറിയാവുന്ന കാര്യമായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകളുടെ അതേ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇവിടെ പുതിയ മാധ്യമങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കേരളത്തിൻ്റെ മാധ്യമരംഗത്തെ സ്വാധീനിക്കാൻ സ്വന്തം ഒരു കമ്പനി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രവർത്തന രീതിയാണ്. ഇതൊരു മോഡ് ഓഫ് ഓപ്പറാണ്ടി. ഒരു കാര്യമുണ്ടല്ലോ, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അതിൻ്റെതായ ചില നീക്കങ്ങളില്ലേ. നന്നായി മുറുക്കമുള്ള ഷഡ്ഡിയൊക്കെ ഇടും, മുണ്ടൊക്കെ മടക്കി കുത്തും, പിന്നെ പിച്ചാത്തി എളിയെ തിരുകും, ഇപ്പുറത്ത് മറ്റേ ആയുധം കാണും. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇത് കോർപ്പറേറ്റ് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളിൽ ഒന്നാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്ക് അതിനെടുക്കുക. അതാരും പറയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കയ്യിലെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഈ കോർപ്പറേറ്റുകളിലൂടെ വന്ന എത്രായിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നറിയോ? ബ്ലാക്ക് ലൈനിൽ വൈറ്റ് മണി ആയിട്ടുള്ളത് അതിൻ്റെ കണക്ക്, അതിൻ്റെ എത്ര ഇരട്ടിയാണ് ഈ ഹോസ്പിറ്റലുകൾ പലതും വാങ്ങിച്ചു കൂട്ടിയതിന് കൊടുത്ത കാശെന്നുള്ളത് അറിയാമോ? അപ്പോൾ ഇതൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് ഇങ്ങനെ ഞാൻ തങ്കച്ചൻ പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, ഞാനും തങ്കച്ചൻ പീറ്ററും തമ്മിലുള്ള ഡീലെന്നാണല്ലോ എല്ലാവരും മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെയല്ല. ഈ ഡീലിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയവും അതുപോലെ ഭരണവും അധികാരവും ഒക്കെയായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ കയ്യും പങ്കുമൊക്കെ ഉണ്ട്. ഇതൊരു മനുഷ്യൻ പോലും അറിഞ്ഞില്ലല്ലോ. കേരളത്തിൽ ഇത്രയധികം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു എന്നുള്ള വിവരം ഇവിടെ ആരും അറിയാത്തതുപോലെയല്ലേ ഈ കാര്യം ഇരിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഒന്നാമത് ഈ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ആഗോള തലസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ വന്ന് ഇത്രയധികം കൈകടത്തൽ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിലൊരു മനുഷ്യരും ഇത് അറിഞ്ഞിട്ടുമില്ല. ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അറിയേണ്ടവരെയൊക്കെ അറിയിച്ചും കാണേണ്ടവരെയൊക്കെ കണ്ടിട്ടുമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായും അതിൻ്റെ അടുത്ത പരിണാമഘട്ടത്തിലേക്ക് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം നിശബ്ദമായിരുന്നു. കേരളത്തിലുണ്ടായ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഹെൽത്തിൻ്റെ മേഖലയിൽ എല്ലാവരും നിശബ്ദമായിരുന്നു. ഒരു സായിപ്പ് വന്നിട്ട് പോയാൽ 16 ദിവസം ചർച്ച ചെയ്യുകയും സമരം ചെയ്യുകയും ചെയ്ത കേരളത്തിലാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കൻ കമ്പനികൾ നടത്തിയിട്ട്, അമേരിക്കയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ഇവിടെ നടത്തിയിട്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നുള്ള ചർച്ച പോലും നടക്കാതിരിക്കുന്നത്. അപ്പോൾ ആ നിശബ്ദത ഇനി അങ്ങോട്ട് ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ട് മുന്നേറുമ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവരിവിടുത്തെ ആ വക്താക്കൾ വന്നിട്ട് ഇവിടെ നടക്കുന്ന സമരങ്ങളിൽ വന്നിട്ട് ഇടപെടുന്നതും അതിൻ്റെ കൂടിയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ആശുപത്രികൾ വാങ്ങിച്ചു കൂട്ടാൻ കഴിയില്ല, ഉറപ്പാണ്. അപ്പോൾ പിന്നെ വാങ്ങിച്ചു കൂട്ടാൻ പറ്റുന്നത് എന്താണ്? പിന്നെ വാങ്ങാനുള്ളത് എന്താണ്? വാങ്ങാനുള്ളത് കൊടുക്കാൻ സ്വന്തം നിലയിൽ ഇപ്പം എൻ്റെ ഒരു സാധനം വിൽക്കണം, എനിക്ക് ലോകത്ത് ആരോടും ചോദിക്കേണ്ട, എന്നോട് മാത്രം ചോദിച്ചാൽ മതി. ആ നിലയിലുള്ള സ്വകാര്യ കമ്പനികളുടെ ആശുപത്രികളെല്ലാം, സ്വകാര്യ വ്യക്തികളുടെ ആശുപത്രികളെല്ലാം തന്നെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയാണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചെണ്ണേ നിൽക്കുന്നുള്ളൂ. അതൊക്കെ തന്നെ അവർ വിലപേശലിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ പലതും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആശുപത്രികളൊക്കെ ഉണ്ട്, ഇടത്തര ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആക്രമിക്കുന്നത് ഇവിടുത്തെ മിഷൻ ഹോസ്പിറ്റലുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ധർമാശുപത്രികളായി പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരും മറ്റും നടത്തിയിരുന്ന ആശുപത്രികൾ പിന്നീട് വലിയ ആശുപത്രികളായി വളർന്നു വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജുകളായി വളർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെയാണ് വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വില പറഞ്ഞ് വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ ഒരു പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലേക്കോ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ശ്വാസം മുട്ടിക്കുക എന്ന് പറയും. എന്ന് മാത്രമല്ല, നമുക്ക് ചെറുകിട ക്ലിനിക്കുകൾ നമ്മുടെ ചുറ്റുള്ളവരുണ്ട്. ഈ ക്ലിനിക്കുകളൊക്കെ താമസിയാതെ പൂട്ടിക്കിട്ടും. അതൊന്നും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. സർക്കാർ ആശുപത്രികളുടെ കാര്യം ദയനീയമാകും. എന്ന് മാത്രമല്ല, ഒരു സംശയവുമില്ല, അമേരിക്കൻ മൂലധനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ അവരവിടെ ഇന്നലെ വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ ആശുപത്രികൾക്കുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകളിൽ പ്രശ്നം വരും, അതിൻ്റെ ഫയൽ നീക്കങ്ങളിൽ പ്രശ്നം വരും. അതിനെ മുകളിൽ നിന്ന് ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവിടേക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ തന്നെ ജോലി ചെയ്യാൻ പോകാത്തല്ലാത്ത അവസ്ഥയിലേക്ക് അവരെ ചേർക്കും. അത്തരം ഇടപെടലുണ്ടാവും. അത്തരം ഇടപെടലുകളിലൂടെയൊക്കെ തന്നെയാണ് കോർപ്പറേറ്റുകൾ ഓരോ മേഖലയും കൈയടക്കുന്നത്. എന്തായാലും അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഇവിടെ വന്ന് ഇത്രയധികം പണവും മുടക്കി, അമേരിക്കയിലെ എല്ലാ വൻകിടക്കാരും ഇവിടെ വന്ന് കേരളത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് ആശുപത്രികൾ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ യാതൊരു ഇടപെടലും നടത്തില്ല എന്ന് വിചാരിക്കുന്നവരുടെ പട്ടികയിൽ ഞാനില്ല. ഒന്നും അല്ലെങ്കിൽ അവിടുത്തെ അതിസമർത്ഥന്മാരായ ഡോക്ടർമാരെ അടുത്ത 5 കൊല്ലത്തിനകം അവർ കൊണ്ടുപോയിരിക്കും.
അതോടുകൂടി സാധാരണക്കാരൻ്റെ ആശുപത്രിയുടെ അവസ്ഥ അതിൻ്റെ നട്ടല് തകർന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് ഇവർ നടത്തുന്ന ഇടപെടലുകൾ പ്രതികൂലമായി പ്രതിഫലിക്കും. അവരിടപെടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക വിരുദ്ധ സമരം നടത്തിയിട്ട് കാര്യമില്ല. ലോകത്തു നിന്ന് ആരും വരട്ടെ, വരുന്നതിനെ അല്ല ഭയപ്പെടേണ്ടത്. ആ വരുന്നവർ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളെ ഇളക്കി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇളക്കി പ്രതിഷ്ഠിക്കേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം നമ്മുടെ സമൂഹത്തിനുണ്ടാവണം. അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടാവണം, സാമൂഹ്യ പ്രവർത്തകർക്കുണ്ടാവണം, നമ്മുടെ രാഷ്ട്രീയ രംഗത്തുണ്ടാവണം. പിന്നെ കഴിയുമെങ്കിൽ ഈ വരുന്നവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിലക്കെടുക്കാൻ വേണ്ടി ചന്തയെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് പോലെ സ്വയം അധപ്പതിക്കാതിരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കണം. ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് തങ്കച്ചൻ പീറ്റർ. അതായത് വാസ്കോഡി ഗാമ അവിടെ വരുമ്പോൾ, ഞാൻ ആ നമ്പർ മറന്നുപോയി, അവരുടെ കപ്പലിലുണ്ടായിരുന്നു 200 താഴെ ആളുകളെ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ വന്നിട്ട് എവിടെ, അവർ പോർച്ചുഗലിൽ നിന്ന് വന്നവരാണ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്, മനസ്സിലാക്കുക. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ പോലും വലിപ്പമില്ലാത്തൊരു കൊച്ചു രാജ്യത്തു നിന്ന് വന്ന ആളുകൾ, അത് 200 താഴെ ആളുകൾ ഇവിടെ വന്നിട്ട് കോഴിക്കോട് കപ്പലിറങ്ങിയിട്ട് അവരവിടെ ആദ്യത്തെ വരവിൽ തന്നെ ചെയ്തത് 10-200ഓളം നായർ പടയാളികളുടെ മൂക്കും ചെവിയും കണ്ടിച്ച് സാമൂതിരിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയായത്. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കുക. ഞാനും തങ്കച്ചൻ പീറ്ററും മറ്റൊരു 198 പേരും കൂടെ പോർച്ചുഗലിൽ പോയി കപ്പലിറങ്ങിയിട്ട് അവിടുത്തെ നാട്ടുകാരുടെ ചെവിയും മൂക്കും കണ്ടിച്ച് അവിടുത്തെ രാജാവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ റെസ്പോൺസ്? പക്ഷേ അവിടെ ഒരു ചുക്കും ഉണ്ടായില്ല. ഈ മൂക്ക് പോയവൻ്റെ മൂക്ക് പോയി, ചെവി പോയവൻ്റെ ചെവി പോയി എന്നുള്ളതാണ്. കോഴിക്കോട് നടന്നേ വാസ്കോഡി ഗാമ 1498 ഇവിടെ കപ്പലിറങ്ങിയ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് കപ്പാട് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ചുമ്മാ ഒരു ഒരു കല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതായിരുന്നു അന്ന് അവിടെ നടന്നത്. ഇനി പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വേട്ടയാടുമ്പോൾ പഴശ്ശിരാജയ്ക്ക് വേട്ടയാടാൻ വേണ്ടി നടന്ന ബ്രിട്ടീഷുകാർക്ക് താവളം ഒരുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വിവരങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് പഴശ്ശിരാജയുടെ മൂത്ത അമ്മാവനായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ വിദേശ ശക്തികൾ വിദേശ ശക്തികളെന്ന് പറയാൻ പാടില്ലാത്തൊരു കാലമാണല്ലോ. ആഗോളവൽകൃത കാലത്ത് പിന്നെ വിദേശ ശക്തികളില്ലല്ലോ, എല്ലാവരും സ്വദേശികളല്ലേ. അപ്പോൾ ഈ വിദേശികളായ സ്വദേശികൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പഴശ്ശിരാജയുടെ മൂത്ത അമ്മാവൻ നിന്നതുപോലെ കപ്പാട് വന്ന് കപ്പലിറങ്ങിയ പോർച്ചുഗീസ് ആളുകൾ കാണിച്ച തോന്നിവാസത്തിന് അന്നത്തെ മഹാരാജാവ് സാമൂതിരി തിരുവടികൾ പിന്തുണ കൊടുത്തതുപോലെ നമ്മുടെ ഇവിടെ ഈ കാലഘട്ടത്തിൽ ആര് കപ്പലിറങ്ങിയാലും ഏത് കച്ചവടത്തിന് വന്നാലും കാശുമായിട്ട് വന്നാലും സൗകര്യം ചെയ്തു കൊടുക്കുന്നവരായിട്ട് നമ്മുടെ ഭരണാധികാരവും രാഷ്ട്രീയ നേതൃത്വവും മാറാൻ പാടില്ല. ഈ സമൂഹത്തോട് ഈ കാര്യങ്ങൾ പറയാൻ ബാധ്യപ്പെട്ട മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അധപ്പതിക്കാൻ പാടില്ല. ഇനി എല്ലാവരും അധപ്പതിച്ചാലും അധപ്പതിക്കാതിരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തങ്കച്ചൻ പീറ്ററിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ആ സമൂഹം, പൊതുസമൂഹത്തിന് അത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് കുത്തുകളുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയായിരുന്നു നേരിൻ്റെ ഈ അധ്യായം. അടുത്ത ഒരു അതിഥിയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.